മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ്. മോളെ കാണാനില്ല, മോൻ പോയി. അച്ഛനും അമ്മയും അടക്കം വീട്ടിലെ 12 പേരെ കാണാനില്ല. 4 പേരുടെ ബോഡി കിട്ടി, ബാക്കിയുള്ളവരെ കിട്ടാനുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്ന മനുഷ്യരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പേടിപ്പിക്കുന്ന മരവിപ്പാണ് അവരുടെ മുഖത്തും വാക്കുകളിലും. കണ്ണീരില്ല, ശബ്ദമൊന്നും ഇടറുന്നത് കൂടിയില്ല. മരിച്ചവരെ പോലെയാണ് അവർ സംസാരിക്കുന്നത്. അടുത്തിരിക്കാൻ പേടിയാവും. അവർ നമ്മുടെ മുഖത്തേക്ക് നോക്കിയാൽ നമ്മൾ പതറിപ്പോവും. നട്ടെല്ലിലൂടെ ഒരു വിറയൽ പാഞ്ഞു പോവും. എന്നിട്ടും നമ്മൾ അതിജീവിക്കുമെന്ന് തോന്നുന്നത് നൂറുകണക്കിന് വരുന്ന വളണ്ടിയർമാരെ കാണുമ്പോഴാണ്. എല്ലാവരും ഉണ്ട് ഇവിടെ. അവരവരുടെ സംഘടനയുടെ പേര് പതിപ്പിച്ച ഉടുപ്പുകളിട്ട്, പല നിറങ്ങളുള്ള റെയിൻ കോട്ടുകൾ ധരിച്ച് കഴിഞ്ഞ 3 ദിവസമായി മഴയത്ത് തന്നെ നിൽക്കുന്ന മനുഷ്യർ. സോഷ്യൽ മീഡിയയിലും പുറത്തും ആജന്മ രാഷ്ട്രീയ ശത്രുക്കളായവർ ഒന്നിച്ചു കൈ കോർത്തു പിടിച്ചു ആംബുലൻസുകൾക്ക് വഴി ഒരുക്കുന്നു. ഇൻക്വസ്റ്റ് കഴിഞ്ഞ ശരീരങ്ങൾ കഴുകി വൃത്തിയാക്കുന്നു. ബന്ധുക്കൾ തിരിച്ചറിയുന്നവ അവരവരുടെ മതാചാര പ്രകാരം സംസാരിക്കാൻ വളണ്ടിയർമാരുടെ വലിയ സംഘങ്ങൾ എല്ലായിടത്തുമുണ്ട്. DYFI, AIYF, യൂത്ത് കോൺഗ്രസ്, സേവാഭാരതി, വെൽഫെയർ പാർട്ടി, SKSSF, SYS, PDP, മറ്റനേകം രാഷ്ട്രീയേതര സന്നദ്ധ സംഘടനകൾ. ഒരാള് പോലും ഭക്ഷണം കഴിക്കാതിരിക്കുന്നില്ല എന്ന്, എല്ലാവരും പ്രതിരോധ ഗുളികകൾ കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന നിരവധി വോളണ്ടിയർമാർ. മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കാണ് മൃതശരീരങ്ങൾ കൊണ്ടുവരുന്നത്. ശരീരം എന്ന് പൂർണ്ണമായും പറയാൻ പറ്റുന്ന അവസ്ഥയിൽ കിട്ടുന്നത് തന്നെ ഒരു ഭാഗ്യമായി കരുതുന്ന, കണ്ണുകളിൽ നിർവികാരത നിറച്ച മനുഷ്യരുടെ അവസാനിക്കാത്ത കാത്തുനിൽപ്പ്. ഫോർമാലിന്റെ മണം. കഴിഞ്ഞ 3 ദിവസമായി നിൽപ്പ് നിന്നിട്ടും നൂറുകണക്കിന് മൃതദേഹങ്ങൾ ചുമന്നിട്ടും വൃത്തിയാക്കിയിട്ടും ഒറ്റവരെ തിരിച്ചറിയുമ്പോൾ കുഴഞ്ഞു വീഴുന്ന മനുഷ്യരെ താങ്ങിയിട്ടും വോളണ്ടിയർമാർക്ക് പതറി പോകുന്നുണ്ട്. കണ്ണ് നിറയുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴാണ് മനസ്സ് കൈവിട്ടു പോകുന്നത് എന്ന് പറഞ്ഞവർ നിരവധിയാണ്. ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ ഒരു വീട്ടിൽ തിരച്ചിലിന് പോയ ഒരു സന്നദ്ധ പ്രവർത്തകൻ കണ്ടത് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളുമാണ്. ഒരു പെൺകുട്ടിയുടേതാണ്. പഠിത്തത്തിന്, ഡാൻസിന്, പാട്ടിനുമൊക്കെ കിട്ടിയ മെഡലുകൾ, സമ്മാനങ്ങൾ. അവളെ എനിക്കറിയില്ല, പക്ഷേ മിടുക്കിയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മുഴുമിപ്പിക്കാനാവാതെ വാക്കുകൾ മുറിഞ്ഞുപോയ ഒരു മനുഷ്യൻ. ഒരു കുഞ്ഞിനെ കാലിലെ മൈലാഞ്ചി കണ്ട് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കണ്ണു നിറഞ്ഞത് ഒളിപ്പിക്കാൻ മുഖം തിരിച്ച മറ്റൊരാൾ. പരിക്ക് പറ്റിയ ഒരാളെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ നിങ്ങൾ ആരാണ്, എവിടെ നിന്നാണ് എന്ന് ചോദിച്ച ഒരു മനുഷ്യൻ. എറണാകുളത്ത് നിന്നുള്ള ഒരു വോളണ്ടിയറുടെ അനുഭവമാണ്. എറണാകുളത്ത് നിന്ന് വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ കണ്ണു നിറഞ്ഞു അയാൾ കെട്ടിപ്പിടിച്ചു. ഇത്രയും ദൂരെ നിന്ന് വന്നല്ലോ എന്ന് കരഞ്ഞു. മനസ്സ് കൈവിട്ടു പോകുമ്പോഴും ഈ മനുഷ്യരൊക്കെ അവിടെ തന്നെ നിൽക്കുകയാണ്. എന്താണ് നിങ്ങളെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്? ചോദിച്ചവർക്കൊക്കെയും ഏതാണ്ട് ഒരേ ഉത്തരമാണ്, മനുഷ്യരല്ലേ എന്ന്, കൂടപ്പിറപ്പുകളല്ലേ എന്ന്, എങ്ങനെയാണ് വിട്ടിട്ട് പോകുക എന്ന്. വയനാട്ടുകാരായ വളണ്ടിയർമാർക്ക് മറ്റൊരു ഉത്തരം കൂടിയുണ്ട്, നാളെ ഞങ്ങളാവാം, അപ്പോൾ ആരെങ്കിലും ഒക്കെ വേണ്ടേ എന്ന്. രാഷ്ട്രീയം മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന്റെ കൂടി അടയാളങ്ങൾ മാറ്റിവെക്കുക എന്നല്ല ഇവർക്ക് അർത്ഥം. അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ, അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ ഒന്നിച്ചു കൈകൾ കോർത്തു പിടിച്ചു മനുഷ്യ മതിലുണ്ടാക്കി ആംബുലൻസുകൾക്ക് വഴി ഒരുക്കുന്നത്. തങ്ങളെല്ലാം മറന്നുവെന്ന രാഷ്ട്രീയവാദമൊന്നും അവർക്കില്ല. മറിച്ച് ഇത് ഒന്നിച്ചു നിൽക്കേണ്ട സന്ദർഭമാണ് എന്നാണ്. രാഷ്ട്രീയ ഭേദമന്യേ മിക്കവരും സർക്കാരിന്റെ സാമൂഹ്യ സന്നദ്ധ സേനയിൽ അംഗങ്ങളുമാണ്.